മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവരെ അധികപ്പറ്റായും ശല്യമായും ബാധ്യതയായും കരുതുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ്. അതുപോലെയുള്ള കുടുംബങ്ങൾക്ക് അപവാദമായി ചില നല്ല കുടുംബങ്ങളുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട വൈക്കം സെന്റ് ജോസഫ്സ് ഫൊറോന ഇടവകയിലെ ഒരു കുടുംബമാണ് തേവരേഴത്ത് തോമസ് ചേട്ടൻ്റെയും റോസമ്മ അമ്മയുടെയും കുടുംബം. 96 വയസ്സും 92 വയസ്സുമുള്ള ഈ മാതാപിതാക്കൾക്ക് ദൈവം അനുഗ്രഹമായി 5 ആൺമക്കളെ നൽകി. ആ ആൺമക്കൾ എല്ലാവരും ഏറെ പ്രത്യേകമായി ബെന്നിയോടൊപ്പം നിന്ന് കഴിയുന്ന ആ മാതാപിതാക്കൾ വാസ്തവത്തിൽ സന്തോഷം കൊണ്ട് നിറയുകയാണ്. അവർ മാതാപിതാക്കൾ വിവാഹിതരായിട്ട് 66 വർഷം പൂർത്തിയായി. അതേ സന്തോഷം ഇന്നും ആ മാതാപിതാക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മക്കൾ കൊടുക്കുന്ന നന്മയാണ്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് തേവരേഴത്ത് തോമസ് റോസമ്മ ദമ്പതികളുടെ ഭവനം. കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ ഈ ദേശത്തിന് കൂടുതൽ സൗന്ദര്യമേറുന്നു. സെന്റ് ജോസഫ് ഫൊറോന ചർച്ച് വൈക്കമാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് തേവരേഴത്ത് തോമസ് റോസമ്മ ദമ്പതികൾ. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഇവർ. എൻ്റെ പേര് വർഗീസ്. ചാച്ചൻ്റെയും അമ്മയുടെയും മൂത്ത മകനാണ്. ഇത് എൻ്റെ ഭാര്യ ടെസ്സി വർഗീസ്. ചേർത്തലയിലാണ് വീട്. ഞങ്ങൾക്ക് 3 മക്കൾ. 3 പേരും വിദേശത്താണ്. ചാച്ചനും അമ്മയും ഞങ്ങളുടെ കൂടെ ആയിരുന്നു ആദ്യം കാലങ്ങളിലൊക്കെ. എൻ്റെ പേര് ടെസ്സി വർഗീസ്. ചാച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാച്ചന് ഭയങ്കര കൃത്യനിഷ്ഠതയാണ്. കുടുംബ പ്രാർത്ഥനയിലും അതുപോലെ ഫുഡ് കഴിക്കുന്നതിലും ഒക്കെ നല്ല കൃത്യനിഷ്ഠതയുണ്ട്. പ്രാർത്ഥനയിൽ തന്നെ 7 മണി എന്ന് പറയുമ്പോൾ അത് കറക്റ്റ്. ഞാൻ വന്നിട്ടൊരു 31 വർഷമായി. അതിപ്പോഴും ചാച്ചൻ അതുപോലെ കൊണ്ടുപോകുന്നു. അമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ നല്ലൊരു പാചകക്കാരത്തിയാണ്. ഞാൻ 31 വർഷമായി വന്നു. പക്ഷേ എനിക്ക് വന്നപ്പോൾ ഒന്നും എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ അമ്മയിൽ നിന്നാണ് ഞാൻ കൂടുതലും പഠിച്ചത്. ഞങ്ങളുടെ അടുത്തൊരു സുഖമില്ലാതെ ഒരു ചേച്ചി കിടപ്പുണ്ടായിരുന്നു. അത് ഇവിടുത്തെ അനിയനും അമ്മയും കൂടെ വന്ന് ഈടെ കാണുകയൊക്കെ ചെയ്തു. ഇത്രയും പ്രായമായിട്ടും അമ്മ ഇങ്ങനെ എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുന്നു. എൻ്റെ പേര് കുഞ്ഞുമോൾ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോസഫ്. ജോസഫ് ഇവിടെ സ്ഥലത്തില്ല. ജോസഫ് മംഗലാപുരത്താണ്. മക്കൾ 2 പേരുണ്ട്. മൂത്ത മോൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുവാണ്, സ്ഥലത്തില്ല. മോള് UK-യിലാണ്, മോള് സ്ഥലത്തില്ല. ഞാൻ 31 വർഷമായി ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട്. എനിക്ക് അപ്പച്ചനെ കുറ്റി പറയുവാണെങ്കിൽ അപ്പച്ചൻ എപ്പോഴും നല്ല സ്നേഹത്തോടുകൂടി എപ്പോഴും ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുക. എവിടെ പോയാലും ഞങ്ങളിവിടെ വന്ന് പറയുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിച്ച് വിടാറുള്ളൂ. അത് ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. അമ്മയാണെങ്കിലും ഞങ്ങൾക്ക് കുക്കിങ് കാര്യമൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. കുക്കിങ് കാര്യമൊക്കെ നന്നായിട്ടൊക്കെ പറഞ്ഞൊക്കെ തരും. പ്രാർത്ഥനയിലും മുൻപന്തിയിലാണ്. പിന്നെ ഞങ്ങളെല്ലാ സഹോദരങ്ങളും കൂടി
ഒരുമിച്ച് കൂടാറുണ്ട്. പേര് തോമസ് എന്നാണ്. എൻ്റെ വൈഫ് ശൈല. ഞാൻ ചാച്ചൻ്റെ മൂന്നാമത്തെ മകനാണ്. ചാച്ചന് ബിസിനസ്സായിരുന്നു. ബിസിനസ്സിൻ്റെ കൂടെ ഞാൻ സഹായിക്കാൻ ഒരു 8 വർഷം പോയിട്ടുണ്ട്. അന്ന് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും എല്ലാ ദിവസവും എവിടെയായിരുന്നാലും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുമായിരുന്നു. പിന്നെ അമ്മച്ചിയും നല്ല സ്നേഹത്തോടു കൂടി ഞങ്ങളെ വളർത്തി നല്ല ഓർമ്മകളുമായി ഇന്നും ഞങ്ങൾ നോക്കുന്നു. എൻ്റെ പേര് ഷൈല എന്നാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 26 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. മൂത്ത കുട്ടി വിദേശത്ത് ജോലി ചെയ്യുന്നു. ഇളയാൾ കോളേജിൽ ഓഫീസിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു തൃപ്പൂണിത്തുറയിൽ. പിന്നെ ചാച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാച്ചൻ വളരെ സ്നേഹസമ്പന്നനായ ഒരു ഗ്രഹനാഥനായിരുന്നു. നല്ലൊരു കഠിനാധ്വാനിയായിരുന്നു. പിന്നെ നല്ല ഈശ്വരവിശ്വാസിയായിരുന്നു. കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിയിൽ പോകുമായിരുന്നു. പിന്നെ ജോലി സംബന്ധമായിട്ട് പല ദിവസങ്ങളിലും പിന്നെ ജോലി സ്ഥലത്തൊക്കെ ആയിരുന്നു, ബിസിനസ് സംബന്ധമായിട്ട് വെളിയിലൊക്കെ ആയിരുന്നെങ്കിലും വീട്ടിലുള്ള സമയത്ത് വളരെ നല്ല രീതിയിൽ പെരുമാറുമായിരുന്നു ഞങ്ങളോടൊക്കെ. അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച് വരുമ്പോഴത്തേന് അമ്മ എല്ലാ ദിവസവും വെളുപ്പിനെ തന്നെ 4 മണിക്ക് എഴുന്നേറ്റ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകുമായിരുന്നു. പിന്നെ അമ്മ നല്ലൊരു പാചകക്കാരിയാണ്. നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് അയൽവക്കമായിട്ടൊക്കെ ഭയങ്കര സഹകരണമായിരുന്നു. അയൽവക്കക്കാരുമായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അമ്മയുടെയും ചാച്ചൻ്റെയും 50ാം വെഡിങ് ആനിവേഴ്സറിയും 60ാം വെഡിങ് ആനിവേഴ്സറിയും വളരെ മനോഹരമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു എല്ലാവരും കൂടി. അതുപോലെ തന്നെ എല്ലാ വർഷവും പിന്നെ പെസഹായും പിന്നെ ഈസ്റ്ററും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്, എല്ലാ മക്കളും കൂടി. അതൊരു വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. എല്ലാവർക്കും വളരെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും. ഞങ്ങൾ ഫുൾ ടൈം ഇവിടെയാണ് അന്നേരത്തിന്. എല്ലാവരും കൂടി രാവിലെ വന്ന് രാത്രിയിലേ പോവുള്ളൂ. വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണ് അതൊക്കെ. ഞാൻ ഈ കുടുംബത്തിലെ 4ാമത്തെ മകനാണ്. ഞങ്ങളെ ചാച്ചൻ നല്ല രീതിയിൽ തന്നെ ചെറുപ്പം തൊട്ടേ നോക്കുമായിരുന്നു. അതുപോലെ അമ്മയുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഞങ്ങൾക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ തരിക. അപ്പൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ അവരെ വീക്ഷിക്കുകയും ശ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ദൈവം തമ്പുരാനോട് എന്നും നന്ദിയും ഞങ്ങളുടെ കടപ്പാടും അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ഉള്ളതൊരു മകളാണ്. ബിടെക് 8ാമത്തെ സെമസ്റ്ററിൻ്റെ എക്സാമിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അകലത്തിലാണ് താമസിക്കുന്നതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അപ്പനെയും അമ്മേനെയും കാണുവാനായിട്ട് ഞാൻ എങ്ങനെയും ശ്രദ്ധിക്കാറുണ്ട്. കാരണം മക്കളെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു സന്തോഷം വലുത് തന്നെയാണ്. പിന്നെ അപ്പനുമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്. കാരണം വണ്ടി കാലമായിട്ട് നടന്ന സമയത്തും വള്ളമായിട്ട് നടന്ന സമയത്തും ഈ പഴയ കാലത്തെ വള്ളത്തിൽ വളവരയുണ്ട്. ആ വളവരയ്ക്കകത്ത് ഞാനും അപ്പനും ഒന്നിച്ച് കിടന്നുറങ്ങിയ കാലഘട്ടമൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ ചാച്ചന് ഓർമ്മ വരാറുണ്ട്. അതുപോലെ അമ്മയായിട്ട് മിക്കവാറും അമ്മ വീട്ടിൽ പണ്ട് പോകുമ്പോൾ എന്നെയാണ് കൂടുതലും അമ്മ കൂടെ കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ അമ്മയുടെ സഹായത്തിന് ഞാൻ പോയിട്ടുണ്ട്. അമ്മ തന്നെ പുതിയ അമ്മയുടെ വീട്ടുകാരെയൊക്കെ അമ്മ എനിക്ക് പരിചയപ്പെടുത്തി തരുമായിരുന്നു. അവരും എല്ലാവരും നമ്മളെ ഓർക്കുന്നുണ്ട്. എൻ്റെ പേര് ലാലി ആൻ്റണി, ചേട്ടൻ്റെ പേര് ആൻ്റണി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 24 വർഷം കഴിഞ്ഞു. ഞങ്ങളിവിടെ വന്ന കാലം ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് ചാച്ചനും അമ്മയും പറ്റി പറയുകയാണെങ്കിൽ 2 പേരും പരസ്പരം നല്ല സ്നേഹത്തിലാണ് കഴിയണത്. അപ്പം അത് കണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബജീവിതവും നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ചാച്ചൻ പ്രാർത്ഥനയിൽ ഒത്തിരി താല്പര്യം കാണിക്കുന്ന ആളാണ്. എപ്പോഴും കൃത്യനിഷ്ഠമായിട്ട് പ്രാർത്ഥിക്കാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അമ്മ മക്കളെ എല്ലാവരെയും ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ നന്നായി ശ്രമിക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യും. എനിക്കാണെങ്കിലും വന്നപ്പം കുക്കിങ്ങൊന്നും അത്ര പരിചയമില്ലായിരുന്നെങ്കിലും അമ്മയുടെ കരുതലിലൂടെയാണ് ഞാൻ എല്ലാം പഠിച്ചെടുത്തതും. അപ്പം ഞങ്ങൾ സ്വന്തമായിട്ട് താമസിക്കുകയാണെങ്കിൽ എനിക്കെല്ലാം മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് അമ്മയുടെ ഒരു പ്രത്യേക ഒരു ശ്രദ്ധ എനിക്ക് കിട്ടിയതുകൊണ്ടാണ്.
പിന്നെ ഞങ്ങളും അമ്മയുടെയും ചാച്ചൻ്റെയും ആ ഒരു മാതൃക പിന്തുടരാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. എൻ്റെ പേര് ബെന്നി, തേവലയെടുത്ത് കുടുംബത്തിലെ 5ാമത്തെ മകൻ. ഹബക്കൂക്ക് 3-ാം അധ്യായം 18-19 തിരുവചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാന പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ വഴി നടത്തുന്നു. ഞങ്ങളെ കാണപ്പെട്ട ഈ ഭൂമിയിലെ ദൈവങ്ങളാണ് ഞങ്ങളെ ചാച്ചനും അമ്മയും. ചാച്ചൻ നല്ലൊരു കച്ചവടക്കാരനായിരുന്നു. ചെറുപ്പം മുതലേ ചാച്ചൻ്റെ കൂടെ എനിക്കും ജോലി ചെയ്യുവാൻ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആത്മാർത്ഥമായ തൊഴിലിനോടുള്ള ആ സമീപനവും സത്യസന്ധതയും ഞാൻ ചെറുപ്പം മുതലേ കണ്ട് പഠിച്ച് ഇന്ന് ഞാനും ഒരു കച്ചവടക്കാരനാണ്. ചാച്ചനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് വളരെ ശാന്തശീലനും സൗമ്യനുമാണെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ വിവാഹം കഴിച്ചിട്ട് 21 വർഷം കഴിഞ്ഞു. വിവാഹ നാളുകളിൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് വീട്ടുകാർ ആ അച്ചായൻ്റെ മകനാണെങ്കിൽ ധൈര്യമായിട്ട് പ്രീതയെ കെട്ടിച്ച് കൊടുത്തോളാൻ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കാര്യമാണ്, പ്രായമായ മാതാപിതാക്കളാണ്, അവരെ നല്ല രീതിയിൽ നോക്കണം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഇന്നും എൻ്റെ ജീവിത പങ്കാളി അത് കാത്തു സൂക്ഷിക്കുകയാണ്. എൻ്റെ പേര് പ്രീത. ഞാൻ ഈ വീട്ടിലെ 5ാമത്തെ മരുമോളാണ്. ഒരു കുടുംബം എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാമെന്ന് അവർ എന്നെ പഠിപ്പിച്ചു തന്നു. പാചകം തൊട്ട് ഞാൻ അമ്മയിൽ നിന്നാണ് പഠിച്ചു തുടങ്ങിയത്. ചാച്ചൻ്റെ സ്നേഹ കരുതലാണ് എന്നെ മുന്നോട്ട് നടത്തിയത് തന്നെ. പിന്നെ മക്കളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴും എല്ലാത്തിനും ചാച്ചൻ്റെ അമ്മയുടെയും സഹായത്തോടെയാണ് ഞങ്ങൾ കുടുംബം ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോയത്. ആ സ്നേഹമൊക്കെ അവർക്ക് അനുഭവിക്കാം. അവർക്ക് ചാച്ചൻ കുട്ടനും അമ്മച്ചി കുട്ടിയും ഒക്കെയാണ്. അവർ തന്നെ നേരെ സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ അവിടേക്കാണ് ചെല്ലുന്നത്, ചാച്ചൻ്റെ അമ്മയുടെ അടുത്തേക്ക്. അതൊക്കെ തന്നെ ഞങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ സാധിച്ചത് വലിയ സന്തോഷമായിട്ടാണ്. അവരുടെ ജീവിതത്തിൽ ഇത്രയേറെ നന്മയായി നല്ല കുഞ്ഞുങ്ങളായി അവർ വളരാൻ കാരണം ഈ മാതാപിതാക്കളുടെ സ്നേഹവും തണൽ കൂടിയാണ്. എനിക്ക് വയ്യാതെ വന്നപ്പോൾ ചാച്ചൻ്റെ അമ്മയുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് വേണം പറയാം. ഞാൻ ചെയ്യുന്ന പല ജോലികളും അവരാണ് ഏറ്റെടുത്തത്. രാവിലെ ഉണർന്ന് ചാച്ചൻ്റെ ഒക്കെ റൂം ക്ലീൻ ആക്കുന്നതും ചാച്ചനെയൊക്കെ റെഡിയാക്കുന്നതൊക്കെ മൂത്ത മോളായിരുന്നു. അതേപോലെ തന്നെ ചാച്ചൻ്റെ അമ്മയുടെയൊക്കെ നഖം വെട്ടുന്നത് അവർക്ക് ചൂടുവെള്ളത്തിൽ കാലും കൈയും ഒക്കെ മുക്കി വെച്ച് ഷാമ്പു ഇട്ട് അതൊക്കെ കഴുകി അവരുടെ നഖം വെട്ടിയൊക്കെ കൊടുക്കുന്നതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. അവരുടെ നെയിം പോളിഷൊക്കെ ഇട്ട് അവരെ നല്ല രീതിയിൽ അവരെ ശുശ്രൂഷിക്കുന്നത്. ഈ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഇന്ന് പല മക്കളും വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് വലിയ കാര്യമല്ല, അത് നമ്മുടെ കടമ മാത്രമാണ്. ആ കടമ നിർവഹിക്കുമ്പോൾ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക് ചൊരിയപ്പെടും. ഒരിക്കലും അവരെ കഷ്ടപ്പെട്ട് നോക്കാതെ അവരെ ഇഷ്ടപ്പെട്ട് നോക്കുക. അപ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സന്തോഷം നമുക്ക് അത് എത്ര പറഞ്ഞാലും മതിയാകാത്ത ഒരു കാരണമാണ്. ഇങ്ങനെ ഒരു കുടുംബത്തിലേക്ക് വന്നതിന് ദൈവത്തിന് നന്ദി പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഏറ്റവും സന്തോഷത്തോടെ എനിക്ക് തന്ന ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും ഓർത്ത് ഈ സമയം ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞങ്ങൾ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും ഇളയ മകൻ്റെ മക്കളാണ്. ഞങ്ങൾക്ക് ചാച്ചനെയും അമ്മച്ചിയെയും കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നൊരു ഗാനമാണിത്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും
എൻ്റെ പേര് കൃപ. ചാച്ചനും അമ്മച്ചിനെ കുറിച്ച് പറയുവാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം സ്നേഹവും കരുതലും വാത്സല്യമൊക്കെ ലഭിച്ചിട്ടുള്ളത് ഈ ചാച്ചനും അമ്മച്ചി എന്ന് പറയുന്ന രണ്ട് വ്യക്തികളിൽ നിന്നാണ്. ഇപ്പം ഞങ്ങൾ മൂന്നുപേരെയും കുറിച്ച് പറയുവാണെങ്കിൽ തന്നെ എവിടെ പോകുവാണെങ്കിലും എവിടെ പോയെങ്കിലും പോയിട്ട് വരുവാണെങ്കിലും ആദ്യമേ തന്നെ ചാച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്ത് ചെന്നിട്ട് ചാച്ച അമ്മച്ചി ഞങ്ങൾ ഇത് ഇങ്ങനെ പോകുവാണ്, പരീക്ഷയ്ക്കൊക്കെ പോകുവാണെങ്കിൽ ഞങ്ങളിത് പരീക്ഷയ്ക്ക് പോകുവാണ്, പ്രാർത്ഥിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്തുതിയും കൊടുത്തിട്ട് അനുഗ്രഹം മേടിച്ചിട്ടാണ് പോകുന്നത്. എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ തന്നെ ആദ്യമേ തന്നെ ഓടിച്ചെന്ന് രണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നതായിട്ടൊക്കെ തോന്നത്തുള്ളൂ. അപ്പം ആ ഒരു അനുഭവം ഇവർ അനുഗ്രഹം നമുക്ക് തരും, സ്തുതി കൊടുക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം തരും. അതൊക്കെ വളരെ ഒരു ദൈവികമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ ചാച്ചനമ്മച്ചിനെ കുറിച്ച് പറയുവാനാണെങ്കിൽ രണ്ടുപേർക്കും ഡയബറ്റീസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, എങ്കിലും രണ്ടുപേർക്കും ഇഷ്ടം മിഠായി കഴിക്കാനാണ്. അപ്പം നമുക്കാണെങ്കിലും മിഠായിയൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മളത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ചാച്ചനമ്മച്ചിക്കൊക്കെ അത് കൊണ്ട് കൊടുത്താൽ അത് നുണങ്ങിയിരുന്ന് അവരുമായിട്ട് കഥയൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കാനായിട്ട് നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ പേര് ബ്ലസ്സി. ഇവർ എൻ്റെ ചാച്ചനും അമ്മച്ചിയും എന്നതിലുപരി എൻ്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും കൂടിയാണ്. അങ്ങനെ കുറേ ഓർമ്മകൾ ഞങ്ങൾക്കുണ്ട്. പിന്നെ ചാച്ചനും അമ്മച്ചിയും ചാച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാച്ചൻ ഭയങ്കര ഡിസിപ്ലിൻ എന്ന വാക്ക് ഞങ്ങളെ കാണിച്ചു തന്ന ആളാണ് ചാച്ചൻ. ചാച്ചന് എല്ലാ കാര്യത്തിലും ഭയങ്കര പങ്ക്ച്വലാണ്. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മച്ചി ഭയങ്കര കെയറിങ് ആണ്. എങ്ങനെയാണ് സന്തോഷത്തോടെ മറ്റൊരാളെ ശുശ്രൂഷിക്കുന്നതെന്നൊക്കെ അമ്മച്ചിക്ക് നല്ലപോലെ അറിയാം. ചാച്ചനിപ്പോൾ ഇത്ര അവസ്ഥയിലും ചാച്ചന് തീരെ വയ്യെങ്കിലും എപ്പോഴും ചാച്ചൻ്റെ കൂടെ ആയിരിക്കുന്നത് അമ്മച്ചിയാണ്. ഇവർ തമ്മിലുള്ള സ്നേഹം തന്നെയാണ് ഞങ്ങളെ ഇവരെ ഇത്രയും നന്നായിട്ട് നോക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നതും. എൻ്റെ പേര് പ്രഭ. ഞാൻ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും ഏറ്റവും ഇളയ പേരക്കുട്ടിയാണ്. ഞങ്ങൾ ചാച്ചനെ ചാച്ചൻകുട്ട എന്നും അമ്മച്ചീനെ അമ്മച്ചിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. ചാച്ചന് പ്രാർത്ഥനയിലും പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ കൃത്യമായ സമയം നിഷ്ഠയൊക്കെ ഉണ്ട്. ചാച്ചനും അമ്മച്ചിയോട് നമ്മൾ വല്ല പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞെങ്കിൽ ചാച്ചനും അമ്മച്ചി അത് കൃത്യമായിട്ട് ചെയ്യും. പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്നവരെ നമ്മളെ നോക്കിയിരിക്കും. നമ്മൾ രാവിലെ സ്കൂളിൽ പോകുമ്പോഴും പറഞ്ഞിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നമ്മളെ നോക്കിയിരിക്കും. ചാച്ചനും അമ്മച്ചിനെയും പുഞ്ഞാരിപ്പിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അപ്പച്ചനും അമ്മച്ചിയും. അവരുടെ കൂടെയുള്ള കളിയും ചിരിയുമാണ് ഇവരെ കൂടുതൽ സന്തുഷ്ടരാക്കുന്നത്. ഈ തേവരെഴുത്ത് കുടുംബത്തിൻ്റെ ഇടവക വികാരി ഫാദർ ബെർക്കുമാൻസ് കൊടക്കൽ ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അച്ഛൻ വാചാലനാവുകയാണ്. ഈ കുടുംബത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ബെർക്കുമാൻസ് കൊടക്കൽ. വളരെ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണ് ബെന്നി തേവരെഴുത്തിൻ്റേത്. ബെന്നി ഈ ഇടവകയുടെ പാരിഷ് കാറ്റഗിസം കൗൺസിൽ പ്രസിഡൻ്റാണ്. എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന വ്യക്തിയാണ്. മാതാപിതാക്കളെ വളരെ സ്നേഹത്തോടെ പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവനും. അദ്ദേഹത്തിൻ്റെ 3 മക്കൾ, പെൺമക്കൾ, അവർ ഇടവകയുടെ കൊയർ മെമ്പേഴ്സാണ്. എല്ലാ ദിവസവും അവരും പള്ളിയിൽ വരും. അങ്ങനെ നല്ലൊരു കുടുംബം. മാതാപിതാക്കൾ പ്രായമേറിയവരാണ്. ഈ കുടുംബം വളരെ മാതൃകാപരമാണ്. മാതാപിതാക്കളുടെ 60ാം വിവാഹ വാർഷികം അവർ വളരെ നന്നായിട്ട് ആഘോഷിച്ചു. മാതാപിതാക്കൾക്ക് കുർബാന കൊടുക്കണമെങ്കിൽ ഞങ്ങളെ സമീപിക്കാറുണ്ട്. അങ്ങനെ പലപ്പോഴും പോയി അവർക്ക് കുർബാന കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ എല്ലാ ശുശ്രൂഷകളും അവർ തങ്ങളുടെ മാതാപിതാക്കൾ നൽകുന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബം വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കുടുംബമാണ്. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം
ഇടവകയോട് ചേർന്നു നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ അനുഗ്രഹീതരാക്കുന്നത്. കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം വളർത്തുന്നു. ഇതാണ് തേവരെഴുത്ത് കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. പ്രിയമുള്ളവരെ, പുതിയ തലമുറ മാതാപിതാക്കളെ എങ്ങനെ കരുതണം എന്നതിൻ്റെ വ്യക്തമായ ഒരു നല്ല സന്ദേശം ഇരിങ്ങാലക്കുട രൂപതയുടെ മെത്രാൻ അഭിവന്യ പോളി കണ്ണൂക്കാടൻ പിതാവ് നൽകുന്നത് നമുക്കിപ്പോൾ കേൾക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ദൈവകൽപ്പന നമ്മോട് അനുശാസിക്കുന്നു. സഭയും സമൂഹവും മാതാപിതാക്കളോട് ആവശ്യമായിട്ടുള്ള കാരുണ്യവും ആദരവും പ്രകടമാക്കണമെന്ന് നിർദ്ദേശിക്കുന്നുമുണ്ട്. മാതാപിതാക്കളെ കൈവിടുന്നത് വലിയ അധാർമികതയും അനീതിയുമാണ്. കാരണം തങ്ങളുടെ നല്ല കാലഘട്ടത്തിൽ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു. തങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ മക്കൾ കരുതലുള്ള സ്നേഹം പ്രകടമാക്കുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം ദുരിതപൂർണമാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. മക്കളെ, നിങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ കൈവിടരുത്. അവരെ കരുതലോടുകൂടെ പരിഗണിക്കാനും കരുതലോടുകൂടെ സംരക്ഷിക്കാനും നിങ്ങൾ മുന്നോട്ട് വന്നാൽ അത് നിങ്ങളുടെ ഭാവിയിലും നന്മ ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിലും നന്മ ലഭിക്കും. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളോടും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടമാണെന്ന് വ്യക്തമായി അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഭവനത്തിൽ തേവരെഴുത്ത് കുടുംബത്തിൽ എത്തിയപ്പോൾ മനസ്സിലായത്. കാരണം ദൈവം സ്വർഗത്തിൻ്റെ ഒരു പതിപ്പ് ഈ ഭൂമിയിൽ ആയിരിക്കാൻ വേണ്ടിയാണ് പർദീസ സ്ഥാപിച്ചത്. പക്ഷെ അവിടെ സാത്താനെ ഉള്ളിൽ കയറ്റിയിട്ട് ദൈവത്തെ പുറത്താക്കിയപ്പോൾ എല്ലാം നഷ്ടമായി, നരകമായ അനുഭവമാണ്. എന്നാൽ അതിൻ്റെ പരിഹാരമെന്നോണം നസ്രസിലെ തിരുക്കുടുംബം, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അനുഭവമാണ് നസ്രസിലെ തിരുക്കുടുംബം. പരസ്പരം സ്നേഹിക്കാൻ, കരുതലുള്ള, പരസ്പരം മനസ്സിലാക്കുന്ന, പരസ്പരം പങ്കുവയ്ക്കുന്ന, ആശയവിനിമയം നടത്തുന്ന, പരസ്പരം വളർത്തുന്ന കുടുംബം. ഈ തേവരെഴുത്ത് കുടുംബം അതുപോലൊരു കുടുംബമാണ്. വളരെ സന്തോഷം തോന്നി. ഇതുപോലെ ഈ 96 വയസ്സും 92 വയസ്സുമുള്ള ഈ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ എങ്ങനെ കരുതുന്നുവോ അതുപോലെ മക്കൾ കരുതുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കുളിപ്പിക്കാനും മുടി വെട്ടാനും നഖം വെട്ടാനും ഭക്ഷണം കൊടുക്കാനും പരിചരിക്കാനും എപ്പോഴും അവരെ സ്നേഹിക്കുന്ന, ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന മക്കൾ, ഇതൊക്കെ ഈ മാതാപിതാക്കളുടെ നന്മയാണ്. അവര് അടിത്തറ ഇട്ടതാണ്. സ്നേഹം എന്താണെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. പരസ്പരം എങ്ങനെ സ്നേഹിക്കണം എന്ന് മറ്റുള്ള ആളുകളോടുള്ള ഇവരുടെ സമീപനം, ഇതൊക്കെ ഈ മക്കൾ കണ്ടുപിടിക്കുകയാണ്. ഒരിക്കലും പിന്നെ മാറില്ല. ആ മക്കൾ എത്ര കരുതലോടെയാണ് സ്നേഹിക്കുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. വലിയ അനുഗ്രഹമുള്ള കുടുംബം. എല്ലാ കുടുംബങ്ങൾക്കും ഒരു മാതൃകയാണ് ഈ കുടുംബം. 66 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഒരുമിച്ച് ഒരൊറ്റ മനസ്സോടെ ആരംഭിച്ച കുടുംബജീവിതം ദൈവം നൽകിയ മക്കളെ അനുഗ്രഹമാക്കി വളർത്തി. അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഈ മാതാപിതാക്കൾക്കാണ്. ഈ നല്ല മാതാപിതാക്കൾക്കും മക്കൾക്കും
പേരക്കുട്ടികൾക്കും ഗുഡ്നസ് TV-യുടെ ഒരു സ്നേഹ സമ്മാനം വളരെ സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം തൊട്ടനുഗ്രഹിച്ച ഒരു നല്ല കുടുംബത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. മധുരം. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.